ചായ റെഡി. വളരെ സിമ്പിളാണല്ലേ ചായ ഉണ്ടാക്കാൻ. പക്ഷേ ഈ തേയില നിർമ്മിക്കുന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ ഇതിന് പിന്നിലുണ്ട്. നമുക്ക് ഈ തേയില നിർമ്മിക്കുന്നത് നേരിട്ടൊന്ന് കണ്ടാലോ? ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങൾ വളരെ സുന്ദരമാണ്. കൂടെ കോടമഞ്ഞും കാട്ടരുവികളും തടാകങ്ങളും പൂക്കളുമൊക്കെ ആയാലോ. ഇങ്ങനെയുള്ള തേയിലത്തോട്ടത്തിൽ നിന്നുമാണ് തേയിലകൾ നിർമ്മിക്കാൻ ലീഫുകൾ കളക്ട് ചെയ്യുന്നത്. ഇതാണ് കൊളുന്തുകൾ, തേയിലയുടെ ഇളം തണ്ടുകൾ. ഇതാണ് നമുക്ക് തേയില നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പണ്ടൊക്കെ ലീഫുകൾ കൈകൊണ്ടായിരുന്നു നുള്ളിയെടുക്കുക. ഇപ്പോൾ എല്ലാം മെഷീനാണല്ലോ. നമുക്ക് വീഡിയോ കാണാം. നമ്മളിപ്പോൾ മെയിൻലി ചെയ്യുന്നത് മെഷീൻ ഹാർവെസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരത്തെ ആൾക്കാർ കൈകൊണ്ട് തുള്ളിക്കൊണ്ടിരുന്നു, പിന്നീട് ഹാൻഡ് മെയ്ഡ് ഷെയർ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് മെക്കാനിക്കൽ ഹാർവെസ്റ്റിങ്ങിലൂടെ മുമ്പിലോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ സിംഗിൾ മാൻ ഹാർവെസ്റ്റിംഗ് ആണ്. അതായത് ഒരാൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും ബാക്കിലുള്ള ഹെൽപ്പിങ്ങിനും മറ്റുള്ളവർ അതിന് ട്രാൻസ്പോർട്ടിങ്ങിനുമായിട്ട് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ ബാഗിനകത്താണ്. അത് ഷിഫ്റ്റ് ചെയ്തിട്ട് റിയലി ബാഗിനകത്താക്കും. ആ ബാഗിനകത്താക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഷോർട്ട് ഔട്ട് ചെയ്ത് ഇതിൻ്റെ നമ്മൾ ഫാക്ടറിയിലേക്ക് കൊടുത്തു വിടുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇത് എത്ര കളക്ട് ചെയ്യും? മാക്സിമം ഒരു മെഷീന് നമ്മൾ 300 കിലോ മുതൽ 400 കിലോ മുതൽ എടുക്കും ഒരു ദിവസം. അങ്ങനെ എത്ര മെഷീനുണ്ട്? ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്ത 5 മെഷീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇടുക്കി ജില്ലയിലെ കോഓപ്പറേറ്റീവ് ടീ ഫാക്ടറി തങ്കമണി. നമുക്ക് ഫാക്ടറിയുടെ അകക്കാഴ്ചയിലേക്ക് പോകാം. ഇങ്ങനെ വരുന്ന ലീഫുകൾ വെയിറ്റ് മെഷർമെൻറ്റിന് ശേഷം ഫാക്ടറിക്കുള്ളിലേക്ക് അൺലോഡ് ചെയ്യുന്നു. ഇതൊരു ചെയിൻ വഴി ഫാക്ടറിക്കുള്ളിലെ ഡ്രയർ സെഷനിലേക്കാണ് പോവുക. നമ്മുടെ വർഗീസ് ചേട്ടനാണ്, നമ്മുടെ ഫാക്ടറി ഓഫീസറാണ്. ഈ ഫാക്ടറിയെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നും ആയി വരത്തില്ല. വർഗീസ് ചേട്ടൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരും. ഇത് മാനുഫാക്ചറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ലീഫ് വരുന്നു, അത് വെതറിങ് കൊടുക്കുന്നു. 24 hours വെതറിങ് കൊടുത്തതിന് ശേഷം ലീഫ് കട്ട് ചെയ്യാനായിട്ട് വിടുന്നു. ഇത് കട്ടിങ് ചെയ്യുന്ന മെഷീനാണ്. ഇത് ലീഫ് ഷഡർ എന്ന് പറയും. 4 ബ്ലേഡ് ഉള്ള കട്ടിങ് മെഷീനാണ്. ഈ കട്ടിങ് മെഷീനിലേക്ക് ലീഫ് ഇവിടുന്ന് വിടുകയാണ്. ഇത് ഷഡറാണ്. ഷഡറിൽ നിന്ന് കട്ട് ചെയ്യുന്ന ലീഫ് താഴേക്ക് വരുന്നു റോട്ടർ വെയിൻ. ഈ റോട്ടർ വെയിനിലാണ് മിക്സിങ് ചെയ്ത് TTCയിലേക്ക് പോകും. 5 കട്ടറാണ്
ഈ 5 കട്ടറിനകത്തൂടെ ഇറങ്ങിയിട്ടാണ് അരച്ച് ഫിനിഷായി വീണ്ടും ഡ്രയറിന് പോകുന്നത്. ഡ്രയറിന് പോയിട്ട് അതിനകത്തുനിന്ന് 1.5 മണിക്കൂർ ഫെർമെൻറ്റിങ് കൊടുക്കും. ഇത് ഫെർമെൻറ്റിങ് ഡ്രമ്മാണ്. 1 മണിക്കൂർ ഫെർമെൻറ്റിങ് കൊടുത്തതിന് ശേഷം ഡ്രയറിലേക്ക് പോവുക. ഡ്രയറിൽ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ കൊടുക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദം വരുത്തുക. മലയാളത്തിൽ പറഞ്ഞാൽ പദം വരുത്തിയിട്ടാണ് കൊടുക്കുന്നത് ചായ ഫെർമെൻറ്റിങ് ആയതിനു ശേഷം. ഇത് ഡിസ്ചാർജ് കൺവെയറാണ്. ഇത് ഫെർമെൻറ്റിങ് ഡ്രയറിലേക്ക് പോവുക. ഫയർ ഹീറ്ററിന് ഫയർവുഡാണ് ഉപയോഗിക്കുന്നത്. ഇത് ഹീറ്ററാണ്. ഇനി അപ്പുറത്താണ് ചേംബർ. ഇത് ഡ്രയർ ഹീറ്ററാണ്. അതിൻ്റെ ഹീറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ചേംബറാണ്. ആ ഡ്രമ്മിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ധൂള് ചേംബറിലേക്ക് വറക്കാനായിട്ട് വരികയാണ്. അത് വറുത്ത് പോകുന്നതാണ്. വറക്കുന്ന മെഷീനാണ് ഡ്രയർ ഹീറ്റർ. ഇത് വറുത്ത് വരുന്ന തേയിലയാണ്. ഈ വറുത്ത് വരുന്ന തേയില ഇപ്പോൾ അവിടുന്ന് CTC നിന്ന് വന്ന തേയില അരച്ച് വരുന്നത് ഇവിടെ ഇപ്പോൾ വറുത്ത ഡ്രയറിൽ നിന്ന് വറുത്ത് ചാടി. ഇതിനെയും സോർട്ട് ചെയ്ത് മാറ്റണം. ഡ്രയറിൽ നിന്നും വരുന്ന ധൂളാണ്. ഈ ധൂള് ഈ മെഷീനകത്തൂടെ വന്നിട്ട് ഡസ്റ്റും ലീഫും വേർതിരിച്ച് ഡസ്റ്റ് അതിലേ പോവുകയാണ്. ഇത് ഫൈബർമാറ്റ് മെഷീനാണ്. ജംബോ ഫൈബർമാറ്റ് എന്ന് പറയും. ഈ മെഷീനിലൂടെ ഡസ്റ്റും ലീഫും വേർതിരിയും. ഡസ്റ്റ് ഈ കൺവെയർ വഴി ഡിസ്ചാർജ് ആകും. ലീഫ് അപ്പുറത്തെ കൺവെയർ ഡിസ്ചാർജ് ഓരോ സൈസായിട്ട് ഇറങ്ങി വരും. ഇത് ഫൈബർമാറ്റ് മെഷീനാണ്. ഇതിനകത്തൂടെ SRD എന്ന് പറയുന്ന ഗ്രേഡ് തിരിഞ്ഞു വന്നു. അതിനുശേഷം അതിന് വലുപ്പമുള്ളത് വീണ്ടും അടുത്ത ഫൈബർമാറ്റിലേക്ക് പോവുകയാണ്. ഇത് ഫൈബർമാറ്റ് മെഷീനാണ്. ഇതിനകത്ത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള സാധനം ഈ ഫൈബർ വലിച്ചെടുക്കും. ഇതിപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് സെയിലബിൾ ടീ ആയി. ഇതാണ് സെയിലബിൾ ടീ. ഇത് ജംബോ ഫൈബർമാറ്റ് മെഷീനാണ്. ഇത് തേയില ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈബറെല്ലാം വലിച്ചിട്ട് സെയിലബിൾ ടീ ആയിട്ട് വരികയാണ്. ഇത് SFD ആണ്. ഇത് ക്ലീൻ ചെയ്ത് വന്ന സാധനമാണ്. ഇതിന് നമ്മൾ ഓപ്ഷനിലേക്ക് വിടാനുള്ളതാണ്. ഇനിയുള്ളത് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടമാണ്, പാക്കിംഗ്. നമുക്ക് പാക്കിംഗ് യൂണിറ്റിലേക്ക് പോവാം. ഈ ഹൈടെക് മെഷീനിൽ ഈ സ്ക്രൂ കൺവെയറിലൂടെ ഈ ബ്ലെൻഡിങ് പൊടി ഇതിലേക്ക് കയറി അവിടെ ഫീഡാകും. ഇതിന് ഫീഡിങ്ങിന് ടൈമിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നതാണ്. ഇത് അവിടെ ഫീഡായിട്ട് ഈ കപ്പ് 1/2 kg 100 gram 250 gram 250 gram വെയിൽ ഓരോ ബാച്ചും ഈ ഡിസ്പ്ലേയിൽ കൗണ്ടിങ് ആകുന്നതാണ്. ഈ ഐമാർക്കിലൂടെ അലാറം സെറ്റ് ചെയ്ത് ഓരോ ബാച്ച് കോഡിൻ്റെ സെൻസർ കോഡിങ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്ത് ഇത് അതാത് പാക്കറ്റ്, ഇത് 1/4 കിലോ പാക്കറ്റാണ് കിടക്കുന്നത്. ഈ 1/4 കിലോ പാക്കറ്റിൽ കറക്റ്റായിട്ട് ഈ 1/4 കിലോ 250 gram ഓട്ടോമാറ്റിക് വേ ആയി കറക്റ്റായിട്ട് ഒരു കളർ പോവില്ലാതെ നേരെ പാക്കറ്റിലോട്ട് വീഴുന്നതാണ്. ഇത് 250 ഗ്രാമിൻ്റെ സഹ്യ പാക്കറ്റാണ്. സഹ്യയുടെ സുപ്രീം പാക്കറ്റാണ് ഈ മെഷീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആ മൂന്ന് മെഷീനിലൊന്ന് വ്യത്യാസമുണ്ട്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ സഹ്യ സുപ്രീം 100 ഗ്രാം പാക്കറ്റ്. ഈ പാക്കറ്റിൽ പെർ പാക്കറ്റ് 10 പാക്കറ്റ് വെച്ച് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഇതിലും മാനുവൽ ഫീഡിങ്ങാണ്. ഇത് 4 ഡോറുണ്ട് ഈ മെഷീനിൽ. ഈ 4 ഡോറും റേഞ്ച് കറക്റ്റായിട്ട് ഇതിൽ കാണിക്കും.
ഈ കാലിബ്രേഷൻ ഉണ്ട് കറക്റ്റായിട്ട്. ഇത് 100 ഗ്രാം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി വരും. ത്രിവേണിയുടെ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിൻ്റെ അകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ത്രിവേണി 100 ഗ്രാം പാക്കറ്റ് ഇത് പെർ അവർ 1000 പാക്കറ്റ്, 1500 പാക്കറ്റ് വരെ ഇത് ഓടും. ത്രിവേണി നമ്മുടെ സപ്ലൈക്കോടെ ഗവൺമെൻറ്റിൻ്റെ സാധനമാണ്. ഈ പാക്കറ്റ് ഇപ്പോൾ 100 ഗ്രാമിൻ്റെ ചെയിനാണ്. 10 പാക്കറ്റ്, ഒരു പാക്കറ്റിൽ 10 പാക്കറ്റ് ചെയിനായിട്ട് വരും. എൻ്റെ പേര് റോമിയോ സെബാസ്റ്റ്യൻ, തങ്കമണി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. ബാങ്കിൻ്റെ നേതൃത്വത്തിൽ 2017 നവംബറിലാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സർ പിണറായി വിജയൻ ബാങ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സഹ്യ ടീ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഈ ബാങ്കിൻ്റെ പ്രദേശത്ത് 3500-ൽ പരം ചെറുകിട തേയില കർഷകരാണുള്ളത്. ഈ ചെറുകിട തേയില കർഷകരുടെ കൊളുന്ത് സീസൺ സമയത്ത്, പ്രത്യേകിച്ച് മഴക്കാലം ആരംഭിക്കുമ്പോഴും അവസാനിക്കുന്ന ഘട്ടത്തിലും വലിയ തോതിൽ ഉൽപ്പാദനം ഉണ്ടാവുകയും ആ സന്ദർഭത്തിൽ ഇവിടെ കൊളുന്തരയ്ക്കാൻ ഫാക്ടറികളില്ലാത്തതുകൊണ്ട് വൻകിട തേയില കമ്പനികൾ നിസ്സാര വിലയ്ക്ക് കൊളുന്തെടുക്കുന്നതിന് വേണ്ടി വരുന്ന മുതൽ മുടക്ക് മാത്രം കൊടുത്ത് കൃഷിക്കാരെ ചൂഷണം ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് ന്യായവില ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അന്നത്തെ ICDP പ്രോജക്റ്റിൻ്റെ ഭാഗമായി അന്നത്തെ ജില്ലാ ബാങ്കിൻ്റെ സഹായ സഹകരണത്തോട് കൂടിയിട്ടാണ് ഈ ടീ ഫാക്ടറി എന്ന പ്രോജക്റ്റ് ബാങ്ക് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ടീ ഫാക്ടറിക്ക് വേണ്ടി ബാങ്കിൻ്റെ മുതൽ മുടക്ക് 12 കോടി രൂപയാണ്. ഈ ടീ ഫാക്ടറി ആരംഭിച്ചിപ്പോൾ 4 വർഷം പിന്നിട്ടിരിക്കുന്നു. ഒരു വിജയഗാഥയാണ് തീർച്ചയായും സഹ്യ ടീ ഫാക്ടറിക്ക് പറയാനുള്ളത്. അന്ന് ഉദ്ഘാടന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സഹ്യ എന്ന ബ്രാൻഡ് നെയിമിൽ ഇപ്പോൾ കേരളത്തിലെമ്പാടും നമ്മുടെ ഈ പ്രദേശത്തെ ചായ എത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. മാർക്കറ്റിംഗ് രംഗത്ത് ഏറ്റവും നൂതനമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടുകൂടി നല്ലൊരു മാർക്കറ്റിംഗ് ടീമിനെ വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല നിലയിൽ കേരളത്തിലെ പൊതുമാർക്കറ്റിൽ വലിയ മത്സരമുള്ള ഈ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ തൻവർഷ പ്രവർത്തന ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം മാറിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. മാത്രമല്ല കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും വലിയ പിന്തുണ നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ലഭിക്കുകയുണ്ടായി. കൺസ്യൂമർ ഫെഡറേഷന് കേരളത്തിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉള്ള കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളിൽ വിൽക്കുന്ന ത്രിവേണി ചായ നമ്മുടെ ടീ ഫാക്ടറി നൽകുന്ന ചായയാണ്. നല്ലൊരു മാർക്കറ്റിംഗ് ടീമിൻ്റെ പ്രവർത്തന ഫലമായി സത്യസന്ധമായി സുതാര്യമായും ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബാങ്കിൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ 1966 മുതൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്ക്. പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. കർഷകർക്ക് അവരുടെ കൊളുന്തിന് ഏറ്റവും കൂടിയ ഉൽപ്പാദനം കൂടിയ സമയങ്ങളിൽ വളരെ കുറച്ച് വില, വൻകിട കമ്പനികൾ വളരെ കുറച്ച് വിലയ്ക്ക് എടുക്കുന്നു. കാരണം അവരുടെ തോട്ടങ്ങളിൽ ആ സമയങ്ങളിൽ കൊളുന്തുകൾ വ്യാപകമായി ഉള്ളതുകൊണ്ട് ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ഇവിടുന്ന് കർഷകർക്ക് വിൽക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു കണ്ണീര് കണ്ടിട്ടാണ് ഈ ബാങ്ക് ഭരണസമിതി ഒരു തേയില ഫാക്ടറിയെക്കുറിച്ച് ആലോചിച്ചത്. കേരള ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയും ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയും 9 കോടി മുതൽ മുടക്കിലാണ് ഈ സഹകരണ മേഖലയിൽ ഈ തേയില ഫാക്ടറി ഒരെണ്ണം ആരംഭിക്കുവാൻ ഈ ബാങ്കിന് സാധിച്ചത്. ഇടുക്കിയുടെ സ്വന്തം ചായയായ സഹ്യ ഇപ്പോൾ പൊതുമാർക്കറ്റിലും ജനങ്ങളുടെ ഇടയിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഈ തേയില ഫാക്ടറി തുടങ്ങിയതോടുകൂടി ഇവിടുത്തെ ഒരു 100-150 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനും തേയില കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാനും സാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ മാർക്കറ്റിൽ ഈ സഹ്യ എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ ഈ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന തേയിലപ്പൊടി വിപണിയിൽ ഇറക്കി തുടങ്ങിയിരുന്നു. സഹകരണ സ്ഥാപനങ്ങൾ വഴിയും സർക്കാർ ഇതര സംരംഭങ്ങൾ വഴിയുമാണ് കൂടുതലായും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പൊതുമാർക്കറ്റിലും ഈ സഹ്യ ബ്രാൻഡിൽ തേയിലപ്പൊടി വിറ്റ് വരുന്നുണ്ട്. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തേയില കർഷകരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10 കോടി രൂപ മുടക്കി ഒരു തേയില ഫാക്ടറി ആരംഭിച്ചു. അതിപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലാഭകരമായാണ് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി കാണാം നമുക്ക് അടുത്ത വീഡിയോയുമായി.